പ്രൈസ് ദ ലോർഡ്. പ്രപഞ്ചത്തെ മുഴുവനും ദൈവം തന്റെ വചനം അയച്ച് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചുണ്ടാക്കിയ ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 2:7 പറയുന്നു. അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ ദേഹം എന്ന കൂടാരത്തിനുള്ളിൽ ദൈവം ആത്മ മനുഷ്യനെ പ്രവേശിപ്പിച്ചു. ശരിക്കും ഈ ആത്മ മനുഷ്യനാണ് സാക്ഷാൽ മനുഷ്യൻ. അതേ രൂപത്തിൽ ഒരു മൺകൂടാരത്തിനുള്ളിൽ ആത്മ മനുഷ്യൻ പ്രവേശിച്ചപ്പോൾ അവൻ ആ മൺശരീരം ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി 2:15 ദൈവം ഭൂമിയിൽ കിഴക്ക് ഏദേനിൽ ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ പാർപ്പിച്ചു എന്ന് കാണാം. സകല ജീവജാലങ്ങളെയും അവന്റെ മുൻപിൽ വരുത്തി. മനുഷ്യൻ അവയ്ക്കെല്ലാം പേരിട്ടു. മനുഷ്യനോ ദൈവം ആദാം എന്ന് പേരിട്ടു. ആദാം എന്ന പേരിന് ചുവന്ന മണ്ണിൽ നിന്നും എടുത്തവൻ എന്ന് അർത്ഥം. ഉൽപ്പത്തി 1:10 ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു. മനുഷ്യന് അധിവസിക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലം ദൈവം ഉണ്ടാക്കുകയാണ്. അടുത്ത വാക്യത്തിൽ മനുഷ്യന്റെ ആഹാരത്തിനായി അതത് തരം സസ്യങ്ങളെ ദൈവം ഉണ്ടാക്കുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയം വരെ മനുഷ്യൻ സസ്യഭുക്കായിരുന്നു. പഴങ്ങളും വിത്തുകളുമായിരുന്നു അവന്റെ ആഹാരം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഉൽപ്പത്തി 2-ാം വിവരിക്കുന്നത്. മനുഷ്യന് ഭൂമിയിൽ വാഴുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. അവൻ ഏദേൻ തോട്ടത്തിലെ ഒരു തോട്ടക്കാരനായല്ല, പ്രത്യുത വലിയ അധികാരമാണ് നൽകപ്പെട്ടത്. ദൈവം തന്റെ പ്രതിനിധിയായി മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വച്ചു. അതിനാൽ അവൻ പലവിധത്തിൽ ദൈവത്തോട് സദൃശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 1:29 വായിക്കുമ്പോൾ ആദ്യം മനുഷ്യൻ സസ്യഭുക്കായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജലപ്രളയത്തിന് ശേഷമായിരിക്കാം മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ആരംഭിച്ചത്. ഉൽപ്പത്തി 1-ാം താൻ ഉണ്ടാക്കുവാൻ പോകുന്ന മനുഷ്യനു വേണ്ടി ഒരു സ്ഥലം ഒരുക്കുകയായിരുന്നു. ഇനി ആ സ്ഥലത്തേക്ക് മനുഷ്യനെ നീക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവന് വേണ്ടതെല്ലാം ഒരുക്കുന്ന ആശ്ചര്യകരമായ സന്തോഷകരമായ വസ്തുതയല്ലേ? ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ ശാസ്ത്രവും ചരിത്രവും എല്ലാം ഉണ്ട്. എന്നാൽ ഇത് ശാസ്ത്ര പുസ്തകമോ ചരിത്ര പുസ്തകമോ കാവ്യ സമാഹാരമോ അല്ല. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയുടെ വിശദീകരണമാണിത്. ശാരീരികമായി മനുഷ്യനെ നിലത്ത് നിന്നും എടുത്തതാണ്. 15-16 രാസപദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. ഈ രാസപദാർത്ഥങ്ങൾ എല്ലാം തന്നെ മണ്ണിലുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ രാസപദാർത്ഥങ്ങൾ വേർതിരിച്ചാൽ അതിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് നാം വില കുറഞ്ഞവരാകുന്നില്ല. മനുഷ്യൻ പൊടി എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ശാരീരികമായി അവൻ പൊടിയാണ്. പൊടിയിലേക്ക് മടങ്ങിച്ചേരും. കാരണം ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മനുഷ്യന് ആത്മീക ജീവൻ നൽകി. അങ്ങനെ മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായി ശ്രേഷ്ഠമായ ബന്ധമാണുള്ളത്. ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഈ ബന്ധമാണ്. ദൈവത്തിന്റെ ജീവശ്വാസത്താൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യന് സർവ്വത്തെയും വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു. ആദാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതായിരിക്കും. ചാനലിൽ ഇടുന്ന വീഡിയോസ് ഉടനെ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.